എന്തോ എല്ലാം എഴുതി അതിനെ പ്രോത്സാഹിപ്പിച്ച് മാതൃഭൂമിയിൽ ആദ്യത്തെ കഥകൾ പ്രസിദ്ധീകരിക്കാൻ വളരെയധികം സഹായിച്ചു. പിന്നീട് വീണ്ടും വീണ്ടും എഴുതിയ കഥകൾ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചെലവാക്കി പിന്നെയും വളരെയധികം സഹായിച്ച ശങ്കരൻ മാസ്റ്റർക്ക് ഏറ്റവും നന്ദി പറയുന്നു. ഈ കഥകൾ അന്നൊക്കെ എഴുതിയത് എൻ്റെ ഹൃദയത്തിൽ നിന്നും ശരിക്കും ഒഴുകി വന്നതാണ്. ഞാൻ അതിനെപ്പറ്റി അങ്ങനെ വിചാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഒരുപാട് സംഘടനകളോ എന്തോ എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ അങ്ങോട്ട് എഴുതി. അത് മാത്രം അല്ല എന്ന് തോന്നുന്നത് പലപ്പോഴും പറയുന്നത് കൊണ്ടാണ്. അത് എൻ്റെ ഒരു ഭാഗം, ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അന്നത്തെ യൗവനാരംഭത്തിൽ വന്ന പല വിചാരങ്ങളും വികാരങ്ങളും ഭാവങ്ങളും വർണ്ണങ്ങളും ഉണ്ടായിരുന്നത് തൃശ്ശൂർ നാടിൻ്റെ ഭാവങ്ങളും വർണ്ണങ്ങളും വിചാരങ്ങളും ഒക്കെ തന്നെയായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും ഞാനറിയുന്ന കൂട്ടുകാരും എല്ലാവരും കൂടെ എന്നോട് പറഞ്ഞതും ഞാൻ അവരെ നിരീക്ഷിച്ചതും എന്നിൽ പ്രചോദിപ്പിച്ചതുമായ പല കാര്യങ്ങളും അറിയാതെ ഒഴുകി തന്നെ പുറത്തേക്ക് വന്നു. ഞാനത് കഥാരൂപത്തിലാക്കി ശങ്കരൻ മാഷ്ക്ക് കൊടുത്തു. പിന്നീട് അത് എം ടി വാസുദേവന്റെ കയ്യിൽ ചെന്നു. അദ്ദേഹം അത് തിരുത്തി വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ എനിക്ക് മറുപടി അയച്ചു. അങ്ങനെ കുറെ കഥകൾ ഞാൻ എഴുതി. ഇപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ വിട്ടു നിന്നിട്ട് കുറെ വർഷങ്ങളായി. പക്ഷെ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴും കാണുന്നത് ആ സ്നേഹം നിറഞ്ഞ മുഖങ്ങളും എനിക്ക് വളരെ പരിചയപ്പെട്ട ഭാവങ്ങളും വർണ്ണങ്ങളും ആ മണ്ണിൻ്റെ ചുവയും എൻ്റെ വാര്യത്തിനടുത്തുള്ള മനുഷ്യരും മൃഗങ്ങളും ആ നെൽപ്പാടവും തെങ്ങിൻ തോപ്പും മാവിൻ്റെ മണവും ഇത് തന്നെ ഇപ്പോഴും മനസ്സിലിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ അതൊന്നുമില്ലാതെ മറുനാട്ടിൽ താമസിക്കുമ്പോൾ പിന്നീട് ഇതൊന്നും എഴുതാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഞാൻ നിർത്തിയത്. എനിക്ക് പ്രത്യേകിച്ചൊരു കാരണവും പറയാനില്ല. 3 കുട്ടികളെ വളർത്തി, അവർക്കിപ്പോൾ വലുതായി, കുഞ്ഞുമക്കളായി, എനിക്ക് ധാരാളം സമയമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കഥകൾ എഴുതുമോ ഈ മുഖങ്ങളെ ഞാൻ കാണുമോ എന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ടാണോ എഴുത്ത് നിർത്തിയത് എന്ന് എനിക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഞാൻ എഴുതിയേക്കാം, എഴുതുമില്ലായിരിക്കാം, എനിക്കറിഞ്ഞൂടാ. ഏതായാലും ഈ പുസ്തകം നിങ്ങൾ ഇത്രയും ഭംഗിയായി ഞാൻ പോലും വിചാരിക്കാത്ത രൂപത്തിൽ പലരും അതിൽ കാണുന്ന ഭാവങ്ങളും വർണ്ണങ്ങളും എന്നിൽ കാണിച്ചു തന്ന് ഇവിടെ പറഞ്ഞ എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ അഗാധമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആദ്യമായി തന്നെ ഒന്നുകൂടി ഞാൻ ശങ്കരൻ മാഷെയാണ് നന്ദി പറയുന്നത്. പിന്നീട് ഈ പുസ്തകം ഈ രൂപത്തിലാക്കാൻ എന്നെ വളരെയധികം സഹായിച്ച് പ്രോത്സാഹിപ്പിച്ച് ശ്രീ ഹിരണ്യനില്ലായിരുന്നെങ്കിൽ ഈ പുസ്തകം ഉണ്ടാവില്ലായിരുന്നു. അതിനായി ഓടി നടന്ന് അവരുടെ വിലപ്പെട്ട എല്ലാ കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് എന്നെ വളരെയധികം സഹായിച്ച എൻ്റെ കൊച്ചനിയത്തി സന്ധ്യയുടെ ഭർത്താവ് സതീഷ്, അവരും ഈ 3 പേരും ഇല്ലെങ്കിൽ ഈ പുസ്തകം ഒരിക്കലും പുറത്തു വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ ഇത്രയും നല്ലപോലെ ഇത്രയും ഞാനറിയാത്ത പല കാര്യങ്ങളും പറയുന്ന എൻ്റെ പുസ്തകത്തിൽ കണ്ടെത്തി അതിനെ ഇത്രയും സുന്ദരമായ രൂപത്തിൽ അവതരിപ്പിച്ച ഇവിടെ വന്ന ജോണിക്ക്, മിസ്റ്റർ തമ്പി വരാമെന്ന് പറഞ്ഞു, പക്ഷെ വന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴും നന്ദി പറയുന്നു. അഷ്ടമൂർത്തിക്ക്, ഹിരണ്യന്, പിന്നെ അധ്യക്ഷം വഹിച്ച വൈശാഖൻ മാസ്റ്റർ, എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾ വളരെ കാലങ്ങൾക്ക് ശേഷം വന്നതിന് ഇത്രയും നല്ലൊരു സ്വാഗതം തന്നതിന് എല്ലാവരോടും പറയുന്നു. ഇനി ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഈ മീഡിയ ആൾക്കാരുടെ ഇവിടെ കൊണ്ടുവന്ന മിസ്റ്റർ ജയരാജവാര്യർക്കും എൻ്റെ വളരെ ഹൃദയം നന്ദിയുണ്ട്. ഇനി ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.